മാതിരി. എന്താ ഇത്? ചത്തൊന്നറിയാൻ വന്നാണോ? വേണ്ട, എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി. എന്റെ ദോഷജാതകം കാരണം നിങ്ങൾക്കൊരു ജീവിതം ഇല്ലാണ്ടാവുമെന്ന് കരുതി എല്ലാം അവസാനിപ്പിക്കാൻ പോയെടുത്തുനിന്ന് എന്നെ രക്ഷിച്ചോണ്ട് വന്ന് എനിക്കൊരു ജീവിതം തന്നയാളാ എന്റെ നജീക്ക. നിങ്ങളൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടിട്ട് മതി നമുക്കൊരു കുഞ്ഞും കുടുംബമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയാ ഈ വാശി മുഴുവൻ കാട്ടിയത്, അല്ലാതെ നിങ്ങളെ തോപ്പിക്കാനല്ല. ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? ഒന്നും ഞാൻ അറിഞ്ഞതല്ല. വേണ്ട, ഇനിയും കള്ളം പറയണ്ട. കാണണ്ട എനിക്ക്. പോയിക്കോ, ഇറങ്ങി പോയിക്കോ എന്റെ കൺമുമ്പിൽ. அச்சுதம் மட்டும் நீங்க தானே? அதே. உங்க பேர்ல ஒரு கம்ப்ளைண்ட் கிடைச்சிருக்கு. கம்ப்ளைண்ட்? ஆதர உங்க சிஸ்டர் தானே? அவர் தான் கம்ப்ளைண்ட் கொடுத்தது. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. அதெல்லாம் ஸ்டேஷன்ல போய் பேசிக்கலாம். வந்து ஜீப்ல இரு. അച്ചുവേട്ടൻ അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് കളി തീർന്നിട്ടില്ല, തുടങ്ങാൻ പോടെയുള്ളൂ എന്ന് പറഞ്ഞതാരാ? നാട്ടിൽ നിന്ന് പൈലിപ്പിള്ള ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാരാ? എടാ, ഇതിലെന്തോ ചതിയുണ്ട്. നിന്റെ വക്കാലത്തൊക്കെ സ്റ്റേഷനിൽ പോയി പറഞ്ഞാ മതി. நம்ம எதிராலே வந்தவரோட கதியை பாத்தியா மச்சா? அந்த அச்சுதன் குட்டி ஸ்டேஷன்ல, நஜீப் ஹாஸ்பிட்டல்ல. அவனுக்கு இன்னும் போதமே வந்துட்டல. எல்லாமே ஆண்டவனோட தீர்ப்பு. ஏன் தெரியுமா? மீனாட்சி நம்ம வீட்டுக்கு மருமகளா வரணும்னு எழுதி இருக்கு. அது நடக்குமாடா? நடக்கணும். அவ ஸ்டேஷன்ல இருந்து இறங்குறதுக்கு முன்னாலே மீனாட்சி கழுத்திலே சரவணன் தாலியை கட்டி இருக்கணும். அது எப்படி நடக்கும்? சரவணன் வீட்டுக்கு வர்றதே இல்லையே. அந்த விஷயத்திலே டென்ஷனே வேண்டாம் மச்சா. அவனை எங்க இருந்தாலும் நான் கூட்டிட்டு வரேன். நாட்டாமை சொன்ன 10வது நாள் நாளைக்கு தானே? ஆமா. அச்சுதன்குட்டி மீனாட்சி கழுத்துல தாலி கட்டிதான் ஆகணும். ஏன்னா 7வது நாள் அவன் நிரபராதின்னு தெளிக்கவில்லை. ஆனா இந்த கல்யாணம் நடக்கவே கூடாது. சரவணனுக்கு மீனாட்சி கழுத்துல இந்த ஊர்ல வச்சு தாலி கட்டவும் முடியாது. என்ன வழி மச்சா? இங்க வேண்டாம் மச்சா. என்ன? ஏகாம்பர கோவில்ல நாளைக்கு திருக்கல்யாண நாள் தானே. கூட்டமா நடக்கிற அந்த சமூக திருமணத்திலே கொண்டு போய் தாலியை கட்டலாம். அந்த கூட்டத்திலே யாரு யார் கழுத்திலே தாலியை கட்டுறாங்கன்னு எவருக்கு தெரிய போகுது? மச்சான் எப்படியாவது மீனாட்சியை கூட்டி அங்க வரணும். அதுக்கு மீனாட்சி சம்மதிக்க வேண்டாமா? அது மச்சான் விசாரிச்சா நடக்கும். ஏதாவது பொய்ய சொல்லி அவளை எங்க கூட்டிட்டு வாங்க. சரவண்ண கூட்டி நானும் அங்க வரேன். கல்யாணத்துக்கு முன்னாடி ஏகாம்பர கோயில்ல பேரு ரெஜிஸ்டர் செய்ய வேண்டாமா? அது எனக்கு விடுங்க மச்சா. தாலியை கட்டிட்டா அப்புறம் நாட்டாமை நாட்டுக்கூட்டம் சம்மதிச்சுதான் ஆகணும். கூடி போனா அபராத பணம் கட்ட சொல்லும். கட்டியா போச்சு. பணம் நான் தானே கட்டணும். என்ன? ஒண்ணும் இல்ல, எல்லாம் நல்லதுக்கு தானே. ஐயோ, பைலிப்பிள்ளா. അവനെ തല്ലി ചാൻസ് പോരല്ലേ? ആശുപത്രിയാ, ഇവിടെ വെച്ച് ഗുണ്ടായിസം കാണിക്കാൻ വന്നുണ്ടല്ലോ. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നജീബിനെ തല്ലിയത് ഞങ്ങളല്ല. അത് ഇവിടെയുള്ള ഏതോ പന്ന പാണ്ടികളാ. അവന്മാര് നജീബിനെ മാത്രമല്ല തല്ലിയത്, എന്നെയും എന്റെ പിള്ളേരെയും തല്ലി ഈ പരുവത്തിലാക്കി. അപ്പൊ നജീബിന്റെ കണക്ക് തീർക്കാൻ അച്യുതൻ കുട്ടിയോട് കാശ് വാങ്ങുന്നു പറഞ്ഞത്? മാതാവേ, അതാണോ കാര്യം? നജീബ് എന്നോട് പലിശയ്ക്ക് വാങ്ങിയ 10 ലക്ഷവും പലിശയും നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻകുട്ടി തന്നോളാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളതാ. അതാ 10 ലക്ഷം. വേളാങ്കണ്ണി മാതാവാണ്, വിശുദ്ധ അൽഫോൻസാമയാണ്. അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാ നജീബിനെ കാണണമെന്ന് പറഞ്ഞു. പേഷ്യന്റ് കണ്ണു തുറന്നിട്ടാങ്ക. കണ്ണു തുറന്നോ? മാതാവ് കാത്തു. ഞാൻ പറഞ്ഞത് സത്യമാ, തല്ലിയത് ഞങ്ങളല്ല. ഇല്ലേ, നജീബിനോട് ചോദിക്കാം. ബാ. പടച്ചോനെ, ഇയാള് പോയില്ലേ? നജീബേ, എടാ, ആരാ നിങ്ങളൊക്കെ? നജീക്ക, ആരാ ഇയാള്?
എന്താ നജിക്കായി പറയണേ? എന്നെ മനസ്സിലായില്ലേ? ഞാനാ ആതിര. ആരായി നജീബ്? ഞാൻ മീനാക്ഷി. ഏത് മീനാക്ഷി? നിങ്ങളൊക്കെ ആരാ? ഡോക്ടറെ വരെ പിടിച്ച് പുറത്താക്ക്. കർത്താവേ, ഞാൻ ഡോക്ടറോ? ഈശ്വര, ആരെയും തിരിച്ചറിയാൻ പറ്റാതായെന്നാ തോന്നണേ. എടാ, ഇത് ഞാനാടാ, CM. CM ഇപ്പൊ അച്ചുമാമയല്ലേ? അച്ചുമാമിയെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ചിലപ്പോ അച്യുതൻകുട്ടിയെ കണ്ട ഓർമ്മ വരും. നമുക്ക് അച്യുതൻകുട്ടിയെ വിളിക്കാം. വള്ള ബോധം പോയി. சொல்லுங்க மச்சா. என்னாச்சு? சரவண்ண பார்த்தாச்சா? சரவண்ண கூட்டிட்டு புறப்பட தயாரா இருக்க. அங்க என்னாச்சு? மீனாட்சி என்ன சொன்னா? மீனாட்சி தேவகி ரெடி ஆயிட்டு இருக்கு. அச்சுதன் குட்டியை கொண்டு கல்யாணத்துக்கு சம்மதிப்பிச்சு நான் ஒரு நம்பர் போட்டேன். முகூர்த்த சமயத்துல சரவண்ணன் கூட்டி நீ அந்த கோவிலுக்கு வந்துடணும். ஓகே? எத்து மச்சா, நீங்க மீனாட்சி கூட்டிட்டு புறப்படுங்க. என்ன சொன்ன? எல்லாம் ஓகேடா. சொன்னது ஞாபகம் இருக்குல்ல? இருக்கண்ண, மீனாட்சி கழுத்துல தாலி கட்ட போறது சரவணன் இல்ல மாரியண்ணன் தான் தெரியும் போது உங்க மச்சான் ஏதாவது இடைஞ்சல் செஞ்சா அவ்வளவுதான். வண்டிய என்ன மீனாட்சி இன்னும் ரெடி ஆகலையா? தலையில பூ கூட வைக்கலையே. വിശാലും കാമാക്ഷിയൊക്കെ അവരെല്ലാം പുറകെ അങ്ങോട്ട് എത്തിക്കൊള്ളും. ரொம்ப ദൂരം പോണം കണ്ണേ. മുഹൂർത്തத்துக்கு മുന്നാടി അങ്ങ് എത്തണം. സീക്കിരം റെഡിയായി വാ. റെഡിയാവും. അപ്പൊ ரொம்ப താങ്ക്സ്. ഇനിയിപ്പൊ ഇവിടെ എന്ത് പുലിവാലാണാവോ? யார் நீங்க? ശ്രീരാമനല്ലേ? ബാലാജി മച്ചാ. എന്നോട് പൊറുക്കണം. ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. എല്ലാം അന്നത്തെ ചെറുപ്പത്തിന്റെ അവിവേകം. അണ്ണാ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ചെയ്തത് തെറ്റായി പോയി എന്ന് ഒരുപാട് വൈകിയാണ് എനിക്ക് മനസ്സിലായത്. അന്നു മുതൽ അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈ സമയത്ത് സന്തോഷിക്കുകയല്ലേ ദേവനായകി വേണ്ടത്? ഏതായാലും തക്ക സമയത്താ മച്ചാൻ വന്നത്. സ്വന്തം മകളുടെ കൈപിടിച്ച് മാപ്പിള ഏൽപ്പിക്കാൻ ഈശ്വരനായിട്ട് ഇവിടെ കൊണ്ടുവന്നാണെന്ന് കരുതിയാൽ മതി. മോളോ? അതെ, മീനാക്ഷി. അവളുടെ കല്യാണമാണെന്ന്. ഞങ്ങൾ കോവിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഇതാണ് മീനാക്ഷി. മോളെ, എന്താ ഇങ്ങനെ നോക്കണേ? നിന്റെ അച്ഛനാ. അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിയേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വിശദമായി പറയാന്ന് അച്യുതൻകുട്ടി പറഞ്ഞപ്പോ കാര്യം ഇതായിരുന്നു എന്ന് അറിഞ്ഞില്ലല്ലോ എന്റെ പരദൈവങ്ങളെ. അച്യുതൻകുട്ടിയോ? അതെ, ഇവിടെ ഇവന്റ് നടത്താൻ വന്ന അച്യുതൻകുട്ടി എന്റെ അനന്തരവനാ. ഓഹോ, അപ്പൊ ഇയാളെ ഒന്ന് വരട്ടി നിർത്തിയാലേ പറ്റൂ. മാരിയപ്പനെ വിളിച്ച് തല്ലുകാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. അതോ കൊട്ടേഷൻകാരൻ? എന്താ ആലോചിക്കണേ? അവൻ വല്ല കുഴപ്പമുണ്ടാക്കി? ഹേ, മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് അച്യുതൻകുട്ടിയാ. ഈശ്വര, നീ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കണേ. അത്ഭുതങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണം.